ബ്ലെസ്സി എന്ന സംവിധായകനൊപ്പം അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനൊപ്പം പൃഥ്വിരാജ് എന്ന നടനൊപ്പം പ്രേക്ഷകന്റെ കൂടി ഏറെ നാളത്തെ കാത്തിരിപ്പ്. അതാണ് മലയാള സിനിമയ്ക്ക് കാഴ്ചവിസ്മയം സമ്മാനിച്ച ആടുജീവിതം എന്ന സിനിമ. അതെ, ഇന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്ത ബ്ലെസ്സിയുടെ സ്വന്തം ആടുജീവിതം അഥവാ ഗോട്ട് ലൈഫിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വെൽക്കം ടു ബ്രാൻഡൻസ് റിവ്യൂ. ഒരു സംവിധായകൻ്റെ ഫിലിം കരിയറിൽ 16 വർഷങ്ങൾ ഒരൊറ്റ സിനിമയ്ക്കായി മാറ്റിവെക്കുമ്പോൾ, അതിൽ അത്രത്തോളം പ്രതിസന്ധികൾ തരണം ചെയ്ത് പ്രേക്ഷകൻ്റെ മുന്നിലെത്തിക്കുമ്പോൾ അത് മികച്ചൊരു സൃഷ്ടിയാകാതെ പോകാൻ തരമില്ലല്ലോ. നാം വായിച്ചറിഞ്ഞ ആടുജീവിതം എന്ന നോവലിനെ നമ്മുടെ ഇമാജിനേഷനുകൾക്കപ്പുറം മനോഹരമായി റിയലിസ്റ്റിക്കായി ചെയ്തു വെക്കാൻ ബ്ലെസ്സി എന്ന സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. കഥയിലേക്ക് വരുമ്പോൾ, നാട്ടിൽ നിന്നും ഏറെ സ്വപ്നങ്ങളുമായി അറബ് രാജ്യത്തേക്ക് പോകുന്ന നജീബ് കെണിയിൽപ്പെട്ട് അയാൾ എത്തിച്ചേരുന്ന മരുഭൂമിയിലെ ഒരു ഫാമും അയാൾ അവിടെ കുടുങ്ങിപ്പോകുന്നതും ജീവിതം ആടുകളുടെയും ഒട്ടകങ്ങളുടെയും ഒപ്പം ദുരിതപൂർണമാകുന്നതും അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് ചിത്രം പറഞ്ഞു വെക്കുന്നത്. ഇനി കഥയിലെ കഥാപാത്രങ്ങളിലേക്ക് വരാം. 16 വർഷത്തെ തൻ്റെ ഡെഡിക്കേഷൻ മേക്കിങ്ങിലൂടെ ബ്ലെസ്സി എന്ന സംവിധായകൻ കാണിച്ചു തരുമ്പോൾ, പ്രേക്ഷകനെ അമ്പരപ്പിക്കുന്ന ട്രാൻസിഷനിലൂടെയാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടൻ തൻ്റെ സിനിമയോടുള്ള ഡെഡിക്കേഷൻ നമുക്ക് മുന്നിലെത്തിക്കുന്നത്. ആദ്യ പകുതിയിൽ കണ്ണു തള്ളിപ്പോകുന്ന പ്രകടനത്തിന് വകയില്ലെങ്കിൽ കൂടിയും രണ്ടാം പകുതി മുതൽ നജീബായി പൃഥ്വിരാജ് മാറുകയായിരുന്നു എന്ന് പറയാം. നജീബ് എന്ന മനുഷ്യൻ അയാളുടെ യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദുരിത ജീവിത ഭൂപടത്തിൽ അതേപടി പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ, കാഴ്ചക്കാരൻ്റെ കണ്ണ് നനയിക്കാൻ, തീവ്രത അറിയിക്കാൻ പൃഥ്വിക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ടാം പകുതിയിൽ പ്രേക്ഷകൻ ട്രെയിലറിലും പോസ്റ്ററിലും കണ്ട് കാത്തിരുന്ന പൃഥ്വിരാജ് എന്ന അഭിനേതാവിൻ്റെ സിനിമയോടുള്ള കൊതി വ്യക്തമാക്കുന്ന മുഹൂർത്തമാണ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ അഴിച്ച് നാട്ടിൽ നിന്നും വരുമ്പോൾ കൊണ്ടുവന്ന എടുക്കാതെ സൂക്ഷിച്ചു വെച്ച വസ്ത്രങ്ങളണിയുന്ന ആ രംഗം. അവസാനത്തിൽ എത്തിച്ചേരുമ്പോൾ 3 വർഷത്തെ നരക ജീവിതം നജീബിൽ വരുത്തിയ മാറ്റങ്ങളെല്ലാം പൃഥ്വി വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. നജീബിൻ്റെ ഭാര്യ സൈനുവായി ചിത്രത്തിലെത്തിയ അമല പോളും കിട്ടിയ കഥാപാത്രം വളരെ ഭംഗിയായി ചെയ്തു. പിന്നീട് എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളാണ് ഇബ്രാഹിം ഖാദിരി എന്ന കഥാപാത്രം ചെയ്ത ജിമ്മി ജിൻ ലൂയിസിനെയും ഹക്കിമായി സ്ക്രീനിലെത്തിയ KR ഗോകുലിനെയും. ജിമ്മി ജീൻ്റെ കഥാപാത്രത്തെ ഒരു ദൈവിക പരിവേഷം നൽകിയാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നജീബിനെയും ഹക്കിമിനെയും രക്ഷിക്കാനെത്തി ഒടുക്കം നജീബിനെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ച് അയാൾ അപ്രത്യക്ഷനാകുന്നു. അവർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ സഹായിക്കുന്നതും ഇബ്രാഹിമാണ്. അതുകൊണ്ട് തന്നെയാവാം മരുഭൂമിയിൽ അയാൾ ഇരിക്കുമ്പോൾ ഒരു ഓറ പോലെ സൂര്യനെ അയാൾക്ക് പിറകിൽ കാണുന്നതും. അതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് കിട്ടിയ പുതിയൊരു നടനാണ് ഗോകുൽ എന്ന് പറയാം. രണ്ടാം പകുതി മുതൽ പ്രേക്ഷകനെ പിടിച്ചിരുന്നതിൽ ഹക്കിം എന്ന കഥാപാത്രത്തിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല. യാത്രക്കിടെ ഹക്കിമിന് സംഭവിക്കുന്നത് കാണുമ്പോഴാണ് ഭീകരമായ അവരുടെ അവസ്ഥയുടെ തീവ്രത പ്രേക്ഷകരിലേക്ക് ശരിക്കും എത്തുന്നത്. തലിബ് അൽ ബലുഷി ചെയ്ത കഫീലിൻ്റെ, അതായത് യജമാനിൻ്റെ വില്ലൻ കഥാപാത്രവും മികച്ചതായി തന്നെ സിനിമയിൽ തോന്നി. ചിത്രത്തിൻ്റെ പിന്നണിയിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് സിനിമോട്ടോഗ്രാഫറെ പറ്റിയാണ്. ആ ഒരു ടെറൈൻ വളരെ മനോഹരമാക്കിയും അതേസമയം മരുഭൂമിയുടെ ഭീകരത കാട്ടിയും പ്രേക്ഷകനെ വിസ്മയിപ്പിക്കാൻ സുനിൽ KS എന്ന ഛായാഗ്രഹന് കഴിഞ്ഞിട്ടുണ്ട്. നജീബ് യാത്ര പറയുമ്പോൾ ഒട്ടകത്തിൻ്റെ കണ്ണിലൂടെ നജീബിനെ കാണുന്ന ദൃശ്യവും പാട്ടിലെ ദൃശ്യങ്ങളും വളരെ മനോഹരമായി അദ്ദേഹം ഫ്രെയിമിൽ പകർത്തിയിട്ടുണ്ട്. പിന്നീട് സംഗീതത്തിലേക്ക് വരുമ്പോൾ ചിത്രത്തിൻ്റെ ഓരോ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും സന്ദർഭോചിതമായാണ് അനുഭവപ്പെട്ടത്. മരുഭൂമിയിൽ നിന്നുള്ള പാട്ടുകളും പിന്നണി സംഗീതവും അതിജീവനത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് AR റഹ്മാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സർവൈവൽ മൂവി എന്ന രീതിയിൽ സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൽ മ്യൂസിക് മികച്ച പങ്ക് വഹിച്ചിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടിയുടെ സൗണ്ട് മിക്സിങ്ങിൽ അദ്ദേഹം ചെയ്ത മാജിക് മനസ്സിലാകുന്നത് മരുഭൂമിയിലെ ചെറിയ ചെറിയ ശബ്ദം പോലും നമ്മളെ ആ സിനിമയിലേക്ക് ശ്രദ്ധ ആകർഷിപ്പിക്കുമ്പോഴാണ്. വെള്ളത്തിൻ്റെ, കാറ്റിൻ്റെ, മണൽത്തരികളുടെ അങ്ങനെ ചെറിയ ശബ്ദങ്ങൾ പോലും അദ്ദേഹം കൃത്യമായ സൗണ്ട് മിക്സിങ്ങിൽ മികച്ചതാക്കി തീർത്തു എന്ന് പറയാം. പിന്നെ മനോഹരമായി തോന്നിയത് ശ്രീകർ പ്രസാദിൻ്റെ എഡിറ്റിംഗ് ആണ്. മണലിന് സിനിമയിൽ ശരിക്കും ഭയങ്കരമായ ഒരു റോളുള്ളതായി തോന്നി. നാട്ടിലെ മണൽവാരൽ ജോലിയിൽ നിന്നും നജീബ് മരുഭൂമിയിലെ മണൽപ്പരപ്പിലെത്തുമ്പോൾ ഓരോ സീനിൽ അത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്ന രീതി എഡിറ്റിങ്ങിൽ അസാധ്യമായി തോന്നി. മൊത്തത്തിൽ ഒരു നോവലിനെ സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികളിൽ നിന്നുകൊണ്ട് ലാഗ് ഉണ്ടാകാൻ വളരെ വളരെ സാധ്യതയേറിയ ഒരു ചിത്രത്തെ 3 മണിക്കൂർ മടുപ്പില്ലാതെ പ്രേക്ഷകന് കാണാൻ അല്ലെങ്കിൽ കണ്ണ് നനയിക്കാൻ പാകത്തിന് മികച്ചതാക്കി തീർക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ യഥാർത്ഥ ജീവിതത്തെ സിനിമയാക്കുമ്പോൾ അയാൾ ആ ജീവിതം എങ്ങനെ ജീവിച്ചു തീർത്തു എന്ന് ദൃശ്യവൽക്കരിക്കുമ്പോൾ അയാൾ അനുഭവിച്ച യാതനകൾ ഒരു പരിധിവരെയെങ്കിലും പ്രേക്ഷകനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ബ്ലെസ്സിയുടെ, പൃഥ്വിയുടെ, അങ്ങനെ ഓരോരുത്തരുടെയും ഒപ്പം ആടുജീവിതത്തിൻ്റെയും മലയാള സിനിമയുടെയും വിജയമാണെന്ന് തന്നെ പറയാം.
ഈ ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.